ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അമേരിക്കൻ മാർക്കറ്റായ നാസ്ഡാക്ക് ഇന്നലെ ഫ്രൈഡേ ഒരു 1% ഹൈയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും ഓവറോള് നാസ്ഡാക്കിൻ്റെ സെൻറ്റിമെൻറ്റ് നെഗറ്റീവിലാണ്. ഡോ ജോൺസ് ഇപ്പോൾ ഒരു 1.5% വെള്ളിയാഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോ ജോൺസും നല്ല രീതിയിൽ പോസിറ്റീവിലാണ്. നാസ്ഡാക്കാണ് വീക്ക്നെസ് ഉള്ളത്. ഡോ ജോൺസ് നല്ല രീതിയിൽ പോസിറ്റീവിൽ നിൽക്കുന്നുണ്ട്. S&P 500 1.5% വെള്ളിയാഴ്ച പ്ലസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിക്കി മാർക്കറ്റ് നെഗറ്റീവിലാണ്. ഫെഡ്സ് ഒരു 1.5% അപ്സൈഡ് പോയിൻ്റ്. ഡാക്സ് ഒരു 0.5% മുകളിൽ അപ്സൈഡ് പോയിൻ്റ്. CAC 14 ഒരു 1.2% അപ്സൈഡ് പോയിൻ്റ്. ഓവറോൾ നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സ് പലതും വെള്ളിയാഴ്ച പ്ലസിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും അതിൻ്റെ മുൻ ദിവസങ്ങളിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു അത്യാവശ്യത്തിന് താഴോട്ട് വീണതിന് ശേഷമാണ് 1% അപ്സൈഡ് പോയേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഇപ്പോൾ കറണ്ട് ക്ലോസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച 24,834.85 ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അതിശക്തമായ രീതിയിൽ നമ്മൾ താഴോട്ട് വീഴുന്ന പ്രതീക്ഷിച്ചിട്ട് പോലും നിഫ്റ്റി താഴോട്ട് വീഴാൻ കൂട്ടാക്കാതെ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് പറയാൻ സാധ്യമല്ല. കാരണം വേറൊന്നുമല്ല, അതുപോലെയാണ് നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ 24,400 ചെറിയൊരു സപ്പോർട്ടുണ്ട്. 24,400 സപ്പോർട്ടുണ്ട്. ഒരു 25,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ അത്രമാത്രം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ചയായിരിക്കും നല്ലൊരു സ്റ്റോക്ക് ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും കസിൻസിനൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വലുതും നല്ല മാർക്കറ്റ് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഡീപ്പ് റെഡിൽ കിടക്കണമെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് അത്രയാണ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ സ്റ്റോക്കുകൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് അടിച്ച് കാണണമെന്ന് തുടർന്ന് കാണണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ സ്റ്റോക്കിൻ്റെ പേര് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഇത് ഒരു ഇൻഷുറൻസ് സെഗ്മെൻറ്റിലോട്ട സ്റ്റോക്കാണ്. ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കാണ്. ഒരു 10-12 സ്റ്റോക്കുകളുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ. NSEയിലും BSEയിലും കൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്, നല്ല കമ്പനികൾ. അതിൽ നിന്നും നല്ലൊരു കമ്പനി ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പേര് പലരും പറയുന്നുണ്ട്. അവസാനം ഇതിൻ്റെ കമ്പനിയുടെ പേര് പറയുന്നത് ആദ്യം പറഞ്ഞുകൂടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞ ബൈ റെക്കമെൻഡേഷൻ തന്നിട്ട് നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവസാനം വയ്ക്കുന്നത്. ഇനി നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചില്ല എന്ന് വേണ്ട, ഞാൻ ആദ്യമേ തന്നെ സ്റ്റോക്കിൻ്റെ പേര് പറയാം. ഈ സ്റ്റോക്കിൻ്റെ പേര് കേട്ട ഉടനടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, മറിച്ച് ഞാൻ ബാക്കി പറയുന്ന ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. സ്റ്റോക്കിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് എടുക്കുന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്നത് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഈ സ്റ്റോക്ക് നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ അത്രയാണ്, അതിൻ്റെ അലോക്കേഷൻ കൃത്യമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. 10% മാത്രം അലോക്കേഷൻ ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുക. സ്റ്റോക്കിൻ്റെ പേര് പറയാം, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഷോർട്ടായിട്ട് അടിക്കുമ്പോൾ GICRE അടിച്ചാൽ മതി. ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത് 410 നിൽക്കുന്നത്. നമ്മൾ ടാർഗറ്റ് ഒരു 600 എന്ന ടാർഗറ്റ് വയ്ക്കുന്നത്. അതായത് ഒരു 50% അടുപ്പിച്ച് നമ്മൾ പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലാണ്. സ്റ്റോപ്പ് ലോസ് പ്രത്യേകിച്ച് പറയുന്നില്ല. അത്യാവശ്യം ഒരു 350 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം.
ഒരു 60 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 200 പോയിന്റിന് അടുത്ത് 190 പോയിന്റ് 200 പോയിന്റിന് അടുത്ത് ടാർഗറ്റ് ചെയ്യും. അതായത് ഒരു 6 മാസം കൊണ്ട് ഈ 600 എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 6 മാസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ഇതിലേക്ക് അലോക്കേഷൻ ചെയ്യുന്നത് അതിന് നേരെ 50% അധികം കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അത് സ്വിംഗ് ട്രേഡ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം. എന്നിരുന്നാൽ തന്നെയും ഒരു 50% റിട്ടേൺ നല്ലൊരു റിട്ടേൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ്. 65,289 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഇതിൻ്റെ സെക്ടറിൻ്റെ പി വരുന്നത് 45.9 സെക്ടറിൻ്റെ ആവറേജ് പി വരുന്നത്. നമ്മുടെ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ പി 9.77%. അതായത് സെക്ടറിൻ്റെ പിനെ അപേക്ഷിച്ച് ഇല്ല, 4-1 മാത്രമേ ഉള്ളൂ. 4-1 താഴെയാണ് നമ്മുടെ സെക്ടറിൻ്റെ പി. അതിനാൽ തന്നെ ഞാൻ പറയുന്നത് 6 മാസം വെയിറ്റ് ചെയ്താൽ 50% പ്രോഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും. ഒരു 6 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 400 വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 800 വരെ ഒരു വർഷം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 100% ടാർഗറ്റ് അച്ചീവ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സെക്ടറിൻ്റെ ഡിവിഡൻഡ് വന്നിട്ട് 0.82% ആണ് സെക്ടറിൻ്റെ പേ. നമ്മുടെ സ്റ്റോക്ക് നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. 2.69% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതായത് 10-12 കമ്പനികൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പി നമ്മുടെ കമ്പനിക്കാണ്. നമ്മൾ ഈ പറഞ്ഞ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയാണ്. 2.69% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ശതമാനമാണ്. ഒരു 3% അടുപ്പിച്ച് ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നോ റെഡ് ഫ്ലാഗ് എന്ന് ഇവർ പറയുന്നുണ്ട്. ലോ പ്ലഡ്ജഡ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് അവരെ കയ്യിലുള്ള ഹോൾഡിങ്സ് ഒന്നും പണയം വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രൊമോട്ടർ 85% അവരുടെ ഹോൾഡിങ്സ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലും എല്ലാ ക്വാർട്ടറിലും നോക്കുമ്പോൾ 85.78% തന്നെയാണ് സ്റ്റിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഹോൾഡിങ്സ് നിലനിർത്തുന്നുണ്ട്. അങ്ങനെ കമ്പനിയിൽ അത്രമാത്രം വിശ്വാസം അവർക്കുണ്ട്. അത് കാരണം കൊണ്ടാണ് അവർ ഹോൾഡിങ്സ് നിലനിർത്തുന്നത്. 85% ഹോൾഡിങ്സ് പറയുമ്പോൾ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ 0.86% ആയിരുന്നു അവരുടെ ഹോൾഡിങ്സ്. ഈ ക്വാർട്ടറിലേക്ക് ഇപ്പോൾ മാർച്ചിലായപ്പോൾ 1.05% ഉയർത്തിയിട്ടുണ്ട്. അപ്പം എത്ര ശതമാനം? 0.21% അടുത്ത് ഉയർത്തിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് നോക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ ഹോൾഡിങ്സ് 0.15% ആയിരുന്നു. ഈ ക്വാർട്ടറിൽ 0.29% ഉയർത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും അവരുടെ എത്രയാണ് ഹോൾഡിങ്സ് അതിൻ്റെ നേരെ ഡബിൾ ആക്കിയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉയർത്തിയിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ട്സും അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യാം. പിന്നെ ROE വന്നിട്ട് സ്റ്റോക്കിൻ്റെ 21.40, EPS 35.98, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0, 1 രൂപ പോലും കടമില്ല. ROCE 26.27. ഈ പറഞ്ഞ 4 പാരാമീറ്റേഴ്സിൻ്റെ നമ്പറും വളരെ നല്ല നമ്പറുകൾ തന്നെയാണ്. ഇനി 5 ഇയർ CAGR നെറ്റ് പ്രോഫിറ്റ് 20.16% നല്ലൊരു നമ്പർ തന്നെയാണ്. പിന്നെ ഓപ്പറേഷൻ പ്രോഫിറ്റ് മാർച്ചിൽ 2024 ക്വാർട്ടർ റിസൾട്ട് വന്നിട്ടുണ്ട്. ഡിസംബർ 2023 1923.82 കോടി രൂപയായിരുന്നു ഡിസംബർ 2023 അവരുടെ ഓപ്പറേഷൻ പ്രോഫിറ്റ്. ഇപ്പം മാർച്ച് 2024 ഓപ്പറേഷൻസ് പ്രോഫിറ്റ് 3171.34 കോടി രൂപയുണ്ട്. അതായത് ഒരു 2000 കോടി രൂപ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഡിസംബർ 2023 2000 കോടിയുടെ അടുത്തുണ്ടായിരുന്ന ഓപ്പറേഷൻ പ്രോഫിറ്റ് ഇപ്പോൾ 3 മാസങ്ങൾക്ക് ഇപ്പുറം 3170 കോടി രൂപയുണ്ട്. നല്ലൊരു ശതമാനം, ഒരു 50-60% അടുത്ത് നല്ലൊരു ഓപ്പറേഷൻ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 2023 1517 കോടി രൂപയായിരുന്നു. ഇപ്പോൾ ഈ മാർച്ചിൽ 2642 കോടി രൂപയുണ്ട്. അത് നല്ലൊരു 40-50% ഇൻക്രീസ്മെന്റ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ 2023 സെപ്റ്റംബറിൽ സെപ്റ്റംബർ 8-ാം തീയതി അവർ ഡിവിഡൻഡ് 7 രൂപ 20 പൈസ കൊടുത്തിട്ടായിരുന്നു പെർ ഷെയറിന്. ഇപ്രാവശ്യം അവർ അനൗൺസ്മെന്റ് ചെയ്തത് 2024 ഈ വർഷം മെയ് 28-ാം തീയതി അവർ 10 രൂപ ഒരു ഷെയറിന് കൊടുക്കുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്ന അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. എക്സ് ഡിവിഡൻഡ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും ഒന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതിനാൽ എനിക്ക് തോന്നുന്നത് ഈ മാസം ജൂലൈ ഇപ്പോൾ കഴിയാറായി. ഈ ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റോ സെപ്റ്റംബർ 2 മാസത്തിനുള്ളിൽ തന്നെ ആ ഡിവിഡൻഡ് കൊടുക്കും. 10 രൂപ അവർ ഡിവിഡൻഡ് കൊടുക്കുന്നു പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം 7 രൂപ 20 പൈസയാണ് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നത് 2023. ഇപ്രാവശ്യം 2024 10 രൂപ ഡിവിഡൻഡ് പെർ ഷെയറിന് കൊടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എന്നാ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് അക്യുമുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് എക്സ്ട്രാ കിട്ടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 7 രൂപ 20 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാ വർഷങ്ങളിൽ അവരുടെ ഡിവിഡൻഡ് വരെ അവർ കൂട്ടി കൊടുക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു സ്റ്റോക്കാണ്. 10 രൂപ ഡിവിഡൻഡ് കിട്ടാന്ന് പറയുന്നത് നല്ലൊരു പ്ലസ് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം എനിക്ക് തോന്നാൻ കൂടുതൽ ഹോൾഡിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഭാവിയിൽ മൾട്ടി ബാഗർ ആവാൻ വരെ ചാൻസ് ഉള്ള സ്റ്റോക്കാണ് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഡിവിഡൻഡും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കസിൻസിന് റിലേറ്റീവ്സിനെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രധാരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ഓൾ.